ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പിയാണ് കാണിക്കുന്നത്. പാപ്പുട്ടാണ് കേട്ടോ, കൂർഗ് സ്പെഷ്യൽ. നല്ല സിമ്പിളായിട്ട് പുട്ടുപൊടി വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇന്ന് തന്നെ ട്രൈ ആക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പാപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പുട്ടുപൊടി ചെറിയ തരികളോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ ഒന്നുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലെടുത്തിട്ടുള്ളത് നമ്മുടെ പാക്കറ്റ് പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചൂടാക്കുകയൊന്നും വേണ്ടിയിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഓരോ പുട്ടുപൊടിക്ക് അനുസരിച്ചിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇനി ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നോക്കിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ നല്ലപോലെ. ഇനി ഇത് മിക്സാക്കിയിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ആ ഒരു സമയം കൊണ്ട് പുട്ടുപൊടി നമ്മുടെ പാലൊക്കെ ഒന്ന് വലിച്ചെടുത്ത് എല്ലാം കൂടി ഒന്ന് കുതിർന്ന് വന്നോണം കേട്ടോ. അതവിടെ മാറ്റി വയ്ക്കുക. ഏകദേശം ഇത് 20-25 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കന്നെ നമ്മുടെ പുട്ടുപൊടിയും പാലൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്, ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/3 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലായിട്ട് ആ ഒരു അളവിൽ. തേങ്ങ നിങ്ങൾക്ക് ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ, എക്സ്ട്രാ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമേ. എന്നിട്ട് ഇതാ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി നല്ല തിക്കല്ലേ ഉള്ളത്, അതുകൊണ്ട് തന്നെ 2 സ്പൂണും കൂടി പാലും കൂടി ഒഴിച്ചിട്ടാണ് മിക്സാക്കുന്നത്. കാരണം ഓവർ തിക്കാവാൻ പാടില്ല. ഈ ഒരു സ്പൂണിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഈ ഒരു പരുവയില്ലേ, ഈ ഒരു ലൂസിൽ നമുക്ക് മാവ് വേണം കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതാ സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 15-20 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. പിന്നെ ഓരോ ഫ്ലെയിമിന് വ്യത്യാസത്തിനനുസരിച്ചിട്ട് മാറ്റം വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പാപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം ഏത് രീതിയിലും നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഏത് ഷേപ്പിലും കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂർഗ് സ്പെഷ്യൽ പാപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് നോൺ വെജ് ഐറ്റംസ്, അതായത് ചിക്കൻ, ബീഫ് വരട്ടിയതോ കറികളോ ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കറി എന്താ പറയുക, കടലക്കറിയൊക്കെ കൂട്ടി കഴിക്കുന്നവർ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. നോൺ വെജ് ആയിട്ടാണെങ്കിൽ ബെസ്റ്റ് കോംബോ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ പെട്ടെന്നൊരു എളുപ്പപ്പണിയാണല്ലോ. ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. എപ്പോഴും ഒരേപോലത്തെ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റി നല്ല തന്നെയാണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു സ്മൈലിങ് ഒന്ന് കമൻറ്റ് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്